കുട്ടികളെ നമസ്കാരം. ലോകത്തിൽ ഉള്ള എല്ലാ ചരാചരങ്ങളും നമ്മുടെ ഗുരുനാഥന്മാരാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്നുകിൽ എന്നെപ്പോലെ ആവൂ എന്നാവും, അല്ലെങ്കിൽ എന്നെപ്പോലെ ആവരുതേ നിങ്ങൾ എന്നാവും. അത് നമ്മൾ നോക്കി കണ്ട് പഠിച്ച് മനസ്സിലാക്കി അവർ പറയണത് എന്താണെന്ന് ശ്രദ്ധിച്ചാൽ, അവർ തരുന്ന ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അതിന് 2 ഉദാഹരണങ്ങൾ പറഞ്ഞ ശേഷം ഇനി പൊതുവായിട്ടുള്ള ഉദാഹരണം ആണ് ഈ 37ാമത്തെ ശ്ലോകത്തിൽ, ബാലോപദേശത്തിലെ ഖണ്ഡം 2 കവി നമുക്ക് പറഞ്ഞു തരുന്ന. നമുക്ക് ആദ്യം ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. തരുമൃഗ ഖഗമർത്യക്കൂട്ടവും നോട്ടമേറുന്നൊരു പുരുഷന് കൃത്യം പേശിടും ദേശികന്മാർ. നിരുപമസുഖ ദുഃഖാലോകനം പുണ്യപാപാചരണ വിധി നിഷേധം പുഷ്ടദൃഷ്ടാന്തശിഷ്ടം. നോട്ടമേറുന്ന ഒരു പുരുഷന് തരു മൃഗ ഖഗ മർത്യക്കൂട്ടവും കൃത്യം പേശിടും ദേശികന്മാർ ആണ്. നിരുപമ സുഖ ദുഃഖാലോകനം പുണ്യപാപാചരണം വിധി നിഷേധം പുഷ്ടദൃഷ്ടാന്തശിഷ്ടം ആണ് എന്നാണ് ഇതിൻ്റെ ഏകദേശം ഒരു അന്വയം പറയാൻ പറ്റുക. നോട്ടമേറുന്ന ഒരു പുരുഷന്, അതായത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ഒരു ആൾക്ക്, തരു മൃഗ ഖഗ മർത്യക്കൂട്ടം ഇവരെല്ലാം തന്നെ, അതായത് തരു എന്ന് പറഞ്ഞ വൃക്ഷം, പിന്നെ മൃഗങ്ങൾ, പിന്നെ ഖഗം ആകാശത്തു കൂടെ സഞ്ചരിക്കുന്ന പക്ഷികൾ, മർത്യക്കൂട്ടം മനുഷ്യന്മാരനവധി ഉണ്ട്. അവർ എല്ലാവരും തന്നെ കൃത്യം പേശിടും ദേശികന്മാരാണ്. കൃത്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്, പ്രവൃത്തികൾ, അതിനെപ്പറ്റി എന്താണ് ചെയ്യേണ്ടത് എന്ന് പേശുന്ന പറയുന്ന ദേശികന്മാരാണ്. ദേശികൻ എന്ന് പറഞ്ഞെങ്കിൽ സഞ്ചരിക്കുന്ന ആളാണ്, ദേശം സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ പണ്ട് അറിവ് നേടാൻ സഞ്ചാരം ആണ് പ്രധാനമായിട്ടുള്ളൊരു ഉപാധി ഉണ്ടായിരുന്നത്. അപ്പോൾ ദേശികൻ, അവർ എല്ലാവരും ഗുരുക്കന്മാരാണ് എന്ന് ചുരുക്കം. അപ്പം അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. തരുവിനെ പറ്റി നമ്മൾ നേരത്തെ കണ്ടു, വൃക്ഷം. അത് സ്വാതന്ത്ര്യമില്ലാതെ നിന്നടുത്തുനിന്ന് ഇങ്ങനെ മുജ്ജന്മ പാപം അനുഭവിക്കുക എന്നുള്ളൊരു കഥ, അതുപോലെ അവരുതേ എന്ന് പറയണത്. പിന്നെ പാരം മൗലി കുനിക്കുന്നു ഫലം തിങ്ങിന പാദപം അപ്രാപ്യമല്ല തന്നർത്ഥമാർക്കും എന്നറിയിക്കുവാൻ. ഫലം, മരങ്ങളിൽ ഫലം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുഷ്പം, അതിൻ്റെ സമ്പത്താണല്ലോ, പൂവും കായും ഒക്കെ. അപ്പോൾ അതുണ്ടായാലും അത് വലിയ തലക്കനായിട്ട് നിൽക്കുകയല്ല ചെയ്യുക, തല കുനിച്ചുകൊണ്ട് വിനയാൻവിതനായിട്ട് നിൽക്കുകയാണ്, പിന്നെ പരോപകാരത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും മരങ്ങളിൽ നിന്ന് പഠിക്കാം. പൊതുവെ മൃഗങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളത്, ഇപ്പോൾ പെരുമ്പാമ്പ് ഉദാഹരണം. എന്താ കിട്ടിയ അത് കഴിക്കുക, ഒന്നും കിട്ടിയില്ലേ ഒന്നും വേണ്ട, ഒരു മാസം പട്ടിണി കിടക്കാം, അങ്ങനെ ഉള്ള സമ്പ്രദായം, അത് നമുക്ക് അതിനെ നോക്കി പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പക്ഷികളുടെ കഥയും നമുക്കതൊന്ന് അവരെ നോക്കി പഠിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളുടെ ലക്ഷണം പറയുമ്പോൾ കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവച അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം എന്ന് പറയാറുണ്ട്. വിദ്യാർത്ഥികളുടെ ലക്ഷണത്തിന് കാക്കയുടെ ദൃഷ്ടി, കാക്കയെ പോലെ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി എന്താണെന്ന് എല്ലാ ആംഗിളിൽ നിന്നും കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്നിനെ അറിയാൻ.
അതുപോലെ ഭഗധ്യാനം, കൊക്ക്, മത്സ്യം പിടിക്കുകയാണ് അതിൻ്റെ ജോലി. അപ്പോൾ അത് അനങ്ങാതെ ഒട്ടും ചലനമില്ലാതെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് മത്സ്യം അടുത്ത് വന്നാൽ അതിനെ പിടിക്കും. അപ്പോൾ ഒരേ ശ്രദ്ധ, ഏത് പണിയായാലും നമുക്ക് ശ്രദ്ധ വേണം. അത് നമുക്ക് കൊക്കിൽ നിന്ന് പഠിക്കാം. അതുപോലെ ശ്വാനനിദ്ര, വല്ലാതെ ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങിയും കൊണ്ട് അങ്ങനെയല്ല, അത് വളരെ ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോഴേക്ക് ചാടി നീട്ട് എന്താ ശബ്ദം കേട്ടു വെച്ചാൽ അവിടെ ചെന്നെത്തും. അതുപോലെ വളരെ ഒരു പെട്ടെന്ന് തയ്യാറാവുന്ന അത്രയും ഉത്സാഹമായിട്ടുള്ള ഒരു ഇത് വേണം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക്. അത് എല്ലാവർക്കും ബാധകമാണ്. പിന്നെ മർത്യന്മാരുടെ പറഞ്ഞു, നമുക്ക് ഗുരുക്കന്മാർ, ആചാര്യന്മാർ, അവരുടെ അടുത്ത് പോയി അവരെ സജ്ജനങ്ങൾ, അവരെ കണ്ട് അവരെ പോലെ ആവാം. അതുപോലെ തന്നെ കാമക്രോധ മോഹ ലോഭമത മാത്സര്യമുള്ളവരെ കണ്ടാൽ അതുപോലെ ആവരുത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനൊക്കെ നോട്ടമേറുന്ന പുരുഷൻ, നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ഇവരൊക്കെ ഗുരുക്കന്മാരാവുള്ളൂ കേട്ടോ. അപ്പം അത് മനസ്സിലാക്കാൻ നിരൂപമ സുഖ ദുഃഖ ആലോകനം, നിരൂപമം ഉപമിക്കാൻ പറ്റാത്ത അത്രയും ഗേമായിട്ടുള്ള ഇടയ്ക്ക് സുഖവും ചിലപ്പോൾ ദുഃഖവും, അത് നോക്കിയ ആലോകനം എന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കിയിട്ട് മനസ്സിലാക്കണം ഇത് സുഖമുള്ള കാര്യമാണോ ദുഃഖമുള്ള കാര്യമാണോ എന്ന്. അതുപോലെ പുണ്യ പാപാചരണം, ഇത് പുണ്യമായിട്ടുള്ള പ്രവൃത്തിയാണോ പാപമാണോ ചെയ്യണത് എന്നുള്ളത്. അതായത് പുണ്യമാണെങ്കിൽ അത് വിധി, അത് അതുപോലെ ചെയ്യാം. പാപമാണെങ്കിൽ അത് നിഷേധമാണ്, അതുപോലെ ചെയ്യരുത്. അതായത് ഡൂസ് ആൻഡ് ഡോൺസ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിന് ഉദാഹരണമായിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നർത്ഥം. എങ്ങനെ, എന്താ, പുഷ്ടദൃഷ്ടാന്തശിഷ്ടം. പുഷ്ടം എന്ന് പറഞ്ഞെങ്കിൽ പോഷിപ്പിച്ച, ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണങ്ങൾ, ശിഷ്ടം എന്ന് പറഞ്ഞാൽ ശിഷ്ടാചാരം, നല്ല ഉത്തമമായുള്ളത്, അനുകരിക്കത്തക്കതായുള്ള. അപ്പോൾ ഇതെല്ലാം ഒന്നുകിൽ പിന്നെ വിധിയായിട്ടുള്ള അല്ലെങ്കിൽ നിഷേധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഉദാഹരണങ്ങൾ അവർ കാണിച്ചു തരണത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യം പേശിടൻ ദേശികന്മാരല്ലേ പറയേണ്ടത്, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയോ വേണ്ടോ, അത് കണ്ട് മനസ്സിലാക്കി നമ്മൾ പെരുമാറണം എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ ഒരു ഗുരു ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് ഞാൻ നേരെയാവാത്തത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കഷ്ടകാലം അതുകൊണ്ടാണ് എന്നുള്ള മാതിരി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു പഴുതും ഇല്ലാതെയാണ് ലോകത്തിലെ മുഴുവനും എല്ലാ ദിക്കിലുള്ള ആശാന്മാരെ, ആചാര്യന്മാരെ കവി കാണിച്ചു തരികയാണ് നമുക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വാധ്യായം, സ്വയം പഠിക്കേണ്ട വിവരങ്ങളും അതുപോലെ കാലക്രമേണ കിട്ടുന്ന അറിവും, അതിലാണ് ഈ വിഷയങ്ങൾ പെടുക. അപ്പോൾ നിങ്ങൾ അത് സ്വയം നോക്കി കണ്ട് പഠിക്കണം, ആലോചിച്ച് അവന് ഈ ഗുരുവിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കേണ്ടത് നോക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള സന്നദ്ധത നിങ്ങൾക്ക് ഉണ്ടാവണം കുട്ടികളെ എന്നാണ് കവി ഈ ശ്ലോകം വഴി നമ്മളോട് പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. തരുമൃഗഖഗമർത്യക്കൂട്ടവും നോട്ടമേറുന്നൊരു പുരുഷന് കൃത്യം പേശിടും ദേശികന്മാർ നിരുപമ സുഖദുഃഖാലോകനം പുണ്യപാപാചരണ വിധി നിഷേധം പുഷ്ടദൃഷ്ടാന്തശിഷ്ടം. കുട്ടികളെ, ഇതിൻ്റെ വൃത്തം മാലിനി ആണ്. നനമയ യുഗം 8 തട്ടണം മാലിനിക്ക് എന്നാണ് എൻ്റെ ലക്ഷണം. വൃത്തമഞ്ജരി നിങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാവും. അതിൻ്റെ കോപ്പി ഇല്ലെങ്കിൽ വൃത്തമഞ്ജരിയുടെ ഒരു കോപ്പി കയ്യിൽ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് വൃത്തം മാറ്റാൻ കാരണം ഇത് ഓരോ ഖണ്ഡത്തിലും ഓരോ പ്രത്യേക വൃത്തത്തിൽ ചെയ്യും. അതിൽ അവസാനത്തെ 1-2 ശ്ലോകങ്ങൾ ഒന്ന് വൃത്തം മാറ്റി എഴുതും. അങ്ങനെയാണ് പണ്ട് പോലത്തുള്ളൊരു മഹാകാവ്യത്തിലും ഖണ്ഡകാവ്യത്തിലൊക്കെ.
എന്താ കാരണം വെച്ചാൽ പണ്ടിത് അച്ചടിക്കല്ലോ, അപ്പോൾ ഇതൊക്കെ ഓർമ്മയിൽ വെച്ചിട്ട് വേണം. അപ്പോൾ ഈ വൃത്തം മാറിക്കഴിഞ്ഞാൽ ഈ ഖണ്ഡം കഴിയുകയും ഇനി അടുത്ത ഖണ്ഡം തുടങ്ങുകയും എന്നുള്ള ഒരു തെളിവ്, ഒരു ദൃഷ്ടാന്തം കൂടിയാണ് അർത്ഥം. അപ്പോൾ ഇനി അടുത്ത ശ്ലോകം വീണ്ടും വേറൊരു വൃത്തത്തിലാണ്. അതാണ് ഇതിൽ ഈ ഖണ്ഡത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകം. അത് നമുക്ക് നാളെ നോക്കാം. എല്ലാവർക്കും നമസ്കാരം.